ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലി മാതൃകാ ചോദ്യപേപ്പറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആനുവൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, വാർഷിക പരീക്ഷ. അപ്പോൾ ആ വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മാതൃകാ ചോദ്യപേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ആൻസർ കീയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാ 6ാം ക്ലാസ്സിലെ കുട്ടികൾക്കും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം, നമ്മുടെ ഈ ചാനലിലേക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവരും നല്ല രീതിയിൽ വായിച്ചിട്ട് തന്നെ എല്ലാത്തിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാം ബൈഹാർട്ട് പഠിച്ചിട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. എല്ലാ പാഠഭാഗങ്ങളും നന്നായി തന്നെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ. മലയാളം മാക്സിമം നിങ്ങൾ ഓൺ വേർഡ്സ് സ്വന്തം വാക്യത്തിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. വായിക്കാം, എഴുതാമാണ് ആദ്യത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഒരിക്കൽ ഒരു സിംഹം വിശന്നു വലഞ്ഞ് നടക്കുകയായിരുന്നു. ഇങ്ങനെ നടക്കവേ മരത്തണലിൽ കിടന്നുറങ്ങുന്ന ഒരു മുയലിനെ അവൻ കണ്ടു. അവന് സന്തോഷമായി. ഒറ്റയടിക്ക് മുയലിന്റെ കഥ കഴിക്കാനായി സിംഹം കൈ ഉയർത്തി. അപ്പോഴാണ് ആ വഴി ഒരു കലമാൻ ഓടിപ്പോയത്. കലമാന്റെ ഇറച്ചിയുടെ രുചി ഓർത്തപ്പോൾ സിംഹത്തിന്റെ വായിൽ വെള്ളമൂറി. മുയലിനെ ഉണർത്താതെ അവൻ കലമാനിന് പിന്നാലെ കുതിച്ചു. ശബ്ദം കേട്ട് ഉണർന്ന മുയൽ കാര്യം മനസ്സിലായപ്പോൾ ഓടി രക്ഷപ്പെട്ടു. സിംഹം മാനിന്റെ പിന്നാലെ പാഞ്ഞെങ്കിലും അതിനെ കിട്ടിയില്ല. മാൻ മിന്നൽ പോലെ പാഞ്ഞ് രക്ഷപ്പെട്ടു. നിരാശനായ സിംഹം മുയലിനെ പിടിക്കാനായി തിരികെ മരച്ചുവട്ടിലെത്തി. അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം അവന് മനസ്സിലായത്. മുയൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. സിംഹം തന്റെ മണ്ടത്തരം ഓർത്ത് വിഷമിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ തുടർന്നുള്ള ചോദ്യങ്ങളാണ്. നിങ്ങളിത് നന്നായി വായിക്കുക, ശേഷം മാത്രം ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതുക കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചൂസ് ചെയ്ത് എഴുതാനുള്ളതാണ്. മുയൽ എവിടെയാണ് കിടന്നുറങ്ങിയത്? ഉത്തരം മരത്തണലിൽ. അടുത്ത ചോദ്യം, കൊല്ലുക എന്നതിന് പകരമായി കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കേത്? ഉത്തരം കഥ കഴിക്കുക. 3, മുയലിനെ കൊല്ലാൻ തുടങ്ങിയ സിംഹം ആ പ്രവൃത്തി വേണ്ടെന്ന് വെച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം കലമാനിനെ കണ്ടതുകൊണ്ട്. അടുത്ത ചോദ്യം, സിംഹം കാണിച്ച മണ്ടത്തരം എന്തായിരുന്നു? കയ്യിൽ കിട്ടിയ മുയലിനെ വിട്ട് കലമാനിന് പിന്നാലെ പാഞ്ഞു. അപ്പോൾ അത് 4 കഴിഞ്ഞു. ഇനി 5, കഥ നൽകുന്ന സന്ദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ലഭിച്ച ഭാഗ്യം ഉപേക്ഷിച്ച് കൂടുതൽ ഭാഗ്യം തിരഞ്ഞു പോകുന്നവർ നിരാശരാകും. അപ്പോൾ അത്രയും കഴിഞ്ഞു. ഇനി രണ്ടാമത് നമ്മളൊരു അഭിപ്രായക്കുറിപ്പ് എഴുതാനാണ് തന്നിരിക്കുന്നത്. പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്ക് ഇറങ്ങി. ആളുകൾ അത്ഭുതപ്പെട്ടു. അത് കുഞ്ഞിരാമനായിരുന്നു. അയാൾ നമ്പ്യാരുടെ മുഖത്ത് വെള്ളം തളിച്ചു. ബോധം വന്നപ്പോൾ കുടിക്കാൻ വായിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. അത്രയും ആയപ്പോൾ മറ്റു വിദ്യാർത്ഥികളും വന്നുകൂടി. എല്ലാവരും കൂടി താങ്ങിയെടുത്ത് തണലത്ത് കൊണ്ടുപോയി കിടത്തി ശുശ്രൂഷിച്ചു. ഉറൂബ് എഴുതിയ നോവൽ ഭാഗമായ ആ രക്തം മാഞ്ഞു പോയില്ല എന്നതിൽ നിന്നും എടുത്ത ഭാഗമാണ് മുകളിൽ നൽകിയത്. കുഞ്ഞിരാമന്റെ പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക. നോക്കാം. നമ്പ്യാർക്ക് ബോധക്ഷയം ഉണ്ടായപ്പോൾ മറ്റുള്ളവർ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ കുഞ്ഞിരാമൻ ഉടൻ തന്നെ വെള്ളവുമായി പാടത്തേക്ക് ഇറങ്ങി നമ്പ്യാരെ സഹായിച്ചു. ഇത് കുഞ്ഞിരാമന്റെ മനുഷ്യത്വവും സഹാനുഭൂതിയും വ്യക്തമാക്കുന്നു. ആപത്ത് ഘട്ടങ്ങളിൽ ജാതിമത ഭേദമന്യേ മറ്റുള്ളവരെ സഹായിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ പ്രവൃത്തിയിലൂടെ ഉറൂബ് വരച്ചു കാട്ടുന്നത്. കുഞ്ഞിരാമന്റെ ഈ മാതൃകാപരമായ പ്രവർത്തനം മറ്റുള്ളവർക്കും പ്രചോദനമായി. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അഭിപ്രായം ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ഇതിൽ തോന്നുന്നത് അത് എഴുതാവുന്നതാണ്. അടുത്തത് 3A ആണ്. വായനാനുഭവം എഴുതാനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകത്തിന് വായനാനുഭവം തയ്യാറാക്കുക. നിങ്ങൾ വായിച്ച നല്ല ഏതെങ്കിലും പുസ്തകങ്ങളുടെ എഴുതണം കേട്ടോ. അപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൽ നിന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാം പഠിക്കാനൊക്കെ പല ക്ലാസ്സുകളിലായിട്ട് ഇതെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ നൽകിയ വായനാനുഭവം അവിസ്മരണീയമാണ്. SK പൊറ്റക്കാടിൻ്റെ പ്രശസ്തമായ നോവലാണ് ഒരു ദേശത്തിന്റെ കഥ. കോഴിക്കോടിന്റെ ചരിത്രവും സംസ്കാരവും അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതവും വരച്ചു കാട്ടുന്ന ഈ നോവൽ ഒരു ദേശത്തിന്റെ സമഗ്രമായ ചിത്രം വായനക്കാരന് നൽകുന്നു. ഒരു പ്രദേശത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ പരിണാമമാണ് പ്രധാനമായും നോവൽ ചർച്ച ചെയ്യുന്നത്.
നോവലിലെ ഓരോ കഥാപാത്രങ്ങളും വളരെ സ്വാഭാവികതയോടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വായന പുരോഗമിക്കുമ്പോൾ നമ്മളും ആ ദേശത്തിന്റെ ഭാഗമാണെന്ന് തോന്നിപ്പോകും. ദേശചരിത്രവും വ്യക്തിജീവിതവും ഇഴചേർന്നുള്ള വിവരണം വായനയെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. ഈ പുസ്തകം വായിച്ചതിനു ശേഷം എൻ്റെ ചുറ്റുപാടുകളെയും സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളെയും നോക്കിക്കാണുന്ന രീതിയിൽ വലിയ മാറ്റമുണ്ടായി. ഈ പുസ്തകം ഒരു മികച്ച വായനാനുഭവമാണ് നൽകുന്നത്. മലയാള സാഹിത്യത്തിൽ താല്പര്യമുള്ള എല്ലാവർക്കും ഞാൻ ഈ പുസ്തകം വായിക്കാൻ ശുപാർശ ചെയ്യുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം, വായനാനുഭവം കേട്ടോ. ഇനി 3B, ആ രക്തം മാഞ്ഞു പോയില്ല എന്ന ശീർഷകത്തിന് ഏറ്റവും യോജിക്കുന്ന ആശയം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ധീരനായ പോരാളിയാണ് നമ്പ്യാർ. സി, കണ്ണിൽ ഇത്തിരി വെള്ളച്ചായയുണ്ടായി, പിന്നെ ഉണ്ണിയത് അച്ഛൻ തന്റെ മേശമേൽ തന്നെ വെച്ചു എന്നാണ് കേട്ടോ. കുട്ടിയുടെ കണ്ണിൽ വെള്ളച്ചായ പ്രത്യക്ഷപ്പെട്ടതിന് കാരണം എന്താണ്? അതിന് റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മാനമായി ലഭിച്ച പേനയിൽ പൂർണ്ണ ഉപയോഗാധികാരം ലഭിക്കാത്തതിനാലാണ് കേട്ടോ. 4 പോസ്റ്ററാണ്. തുലാഭാരം എന്ന നാടകം നിങ്ങളുടെ സ്കൂളിൽ അവതരിപ്പിക്കുന്നു. അപ്പൊ നമുക്കൊരു പോസ്റ്റർ നോക്കാം. തുലാഭാരം നാടകം, പ്രദർശനവേദി, സ്കൂൾ ഓഡിറ്റോറിയം. നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ സ്കൂൾ ഏതാണോ അത് കൊടുക്കാട്ടോ. ഞാനിവിടെ കൊടുത്തിട്ടില്ല, സ്കൂളിന്റെ പേര് കൊടുക്കാം. സമയം 2026 മാർച്ച് 15 വൈകുന്നേരം 5 മണി. സംഘാടകർ സ്കൂൾ ഡ്രാമ ക്ലബ്ബ്. എല്ലാവർക്കും സ്വാഗതം. ഇത് വളരെ ചെറിയ ഒരു പോസ്റ്ററാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് 5, ജീവിതത്തിൽ സൗഹൃദത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ലഘുപ്രസംഗം തയ്യാറാക്കുകയാണ്. നോക്കാം. സൗഹൃദം ജീവിതത്തിന് നിറം പകരുന്നു. സുഹൃത്തുക്കൾ നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നു. നല്ല സൗഹൃദങ്ങൾ മാനസിക പിന്തുണയും ധൈര്യവും നൽകുന്നു. അത് നമ്മെ ഒറ്റപ്പെടലിൽ നിന്ന് സംരക്ഷിക്കുകയും ജീവിതം കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യുന്നു. സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിലെ വഴികാട്ടികളാണ്. അവർ നമ്മെ മനസ്സിലാക്കുകയും തെറ്റുകൾ തിരുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. നല്ല സൗഹൃദങ്ങൾ പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമാണ്. യഥാർത്ഥ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നത് ഒരു ഭാഗ്യമാണ്. ജീവിതത്തിൽ സൗഹൃദത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത് നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. അതിനാൽ നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നാം ശ്രമിക്കണം. ഇനി 6 നമുക്ക് ക്ലൈവ് കള്ളനും തെമ്മാടിയുമായിരുന്നു. സേർ ഈ കള്ളത്തരങ്ങളും കെട്ടുകഥകളും എത്ര കാലം പഠിക്കാം. പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്ക് ഇറങ്ങി. ഇങ്ങനെ കുഞ്ഞിരാമനെ കുറിച്ച് എഴുത്തുകാരൻ നൽകുന്ന സൂചനകളെല്ലാം കണ്ടെത്തും. ഈ സൂചനകളിൽ നിന്ന് കുഞ്ഞിരാമന്റെ പല സവിശേഷതകളും മനസ്സിലാക്കാൻ കഴിയും. അവയെല്ലാം ഉൾക്കൊള്ളിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ആരുടെയാണ്? കുഞ്ഞിരാമന്റെ കഥാപാത്ര നിരൂപണമാണ് കേട്ടോ. അപ്പൊ നോക്കൂ, കുഞ്ഞിരാമൻ യുവജന സമൂഹത്തിൽ വേണ്ട ധൈര്യത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും പ്രതീകമാണ്. അധികാരികളെ ഭയപ്പെടാതെ അഭിപ്രായം തുറന്നു പറയുന്നവൻ. കാലാതീതമായ മൂല്യങ്ങൾ സ്കൂൾ പരിധികൾ കടന്ന് സമൂഹത്തിലേക്കും ദേശീയ മനസ്സിലേക്കും എത്തിച്ചേരുന്നു എന്നതിന്റെ സാക്ഷ്യമാണ് അദ്ദേഹം. അർത്ഥവത്തായ സംഭവങ്ങളെ മനസ്സിലാക്കുന്നു, വിവേചനത്തെ എതിർക്കുന്നു. ജീവകാരുണ്യ ബോധം ഉള്ളവനാണ് കുഞ്ഞിരാമൻ. സത്യഗ്രഹിയെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്ന തന്റെ ഉദ്യമം സ്കൗട്ട് ചുമതലയായി കാണുന്നു. നാടിന്റെ അരക്ഷിതാവസ്ഥയിൽ സാഹോദര്യബോധമുള്ള ഒരുവനായി കുഞ്ഞിരാമൻ നിലകൊള്ളുന്നു. ഇനി 7, ഒരു പ്രതികരണ കുറിപ്പ് എഴുതാനാണ്. നിങ്ങൾക്കറിയാലോ, ദുര്യോധനൻ കർണരെ അംഗരാജാവാക്കി അപമാനത്തിൽ നിന്ന് രക്ഷിച്ചു. കർണൻ ആദ്യമായി സ്നേഹം അനുഭവിച്ചത് അപ്പോഴായിരിക്കാം. കർണൻ തന്റെ സുഹൃത്തിനോട് നന്ദി പറഞ്ഞു. അപ്പോൾ ദുര്യോധനൻ കർണനോട് ഇങ്ങനെ പറഞ്ഞു: മഹാനായ മിത്രമേ, ദൃഢമായ സഖ്യം മാത്രം ഞാൻ നിന്നിൽ നിന്ന് ഇച്ഛിക്കുന്നു. ആരാധ്യനായ സുഹൃത്തായി എന്നോടൊത്ത് എന്നും വർത്തിച്ചാൽ മതി. അതാണ് നിന്നിൽ നിന്നും ഞാൻ ഇച്ഛിക്കുന്ന പ്രത്യുപകാരം. ഇത് P.K. ബാലകൃഷ്ണൻ എഴുതിയ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ എടുത്തിരിക്കുന്ന വാക്കുകളാണ്. ദുര്യോധനന്റെ എന്തു സ്വഭാവ സവിശേഷതയാണ് ഈ മറുപടിയിൽ നിന്നും മനസ്സിലാകുന്നത്? ഇങ്ങനെ പെരുമാറുന്നവരാണോ നമുക്ക് ചുറ്റുമുള്ളത്? നിങ്ങളുടെ പ്രതികരണങ്ങൾ എഴുതി നോക്കൂ. ദുര്യോധനൻ കർണനെ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രകാശനമാണ്. കർണൻ തന്റെ ജീവിതത്തിൽ ആദ്യമായി ആത്മാർത്ഥമായ സൗഹൃദം അനുഭവിച്ചത് ദുര്യോധനൻ നൽകിയ ആ ആദരവിലൂടെ ആകും. പകരം താൻ എന്തു നൽകണം എന്ന ചോദ്യത്തിന് കർണനോട് ദുര്യോധനൻ എന്നാണ് കേട്ടോ, ദുര്യോധനൻ എന്നാക്കുക, പറഞ്ഞു: ദൃഢമായ സൗഹൃദം മാത്രമാണ് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്നും ദുര്യോധനൻ വളരെ സ്നേഹപരനും കൃതജ്ഞനും വിശ്വസ്തനുമായ സുഹൃത്തായി കർണൻ അനുമാനിക്കുന്നു.
പ്രത്യുപകാരം ആഗ്രഹിക്കാത്ത സൗഹൃദം മാത്രം ചോദിക്കുന്ന ദുര്യോധനോട് കർണൻ എക്കാലത്തും ആത്മാർത്ഥത സുഹൃത്തായി കൂടെ നിൽക്കുന്നു. സൗഹൃദം ഉപകാരത്തിനു വേണ്ടിയല്ല, ആത്മാർത്ഥതയ്ക്കാണ് എന്ന സന്ദേശം പാഠം നൽകുന്നു. കൗരവ പാണ്ഡവന്മാരുടെ അഭ്യാസ പ്രദർശനത്തിൽ നിന്നു തന്നെ കുരുവംശത്തിലെ 100 പേരേക്കാൾ പാണ്ഡവർ 5 പേർ ശക്തരാണെന്ന് തെളിഞ്ഞിരുന്നു. ഈ സന്ദർഭത്തിലാണ് കർണൻ രംഗപ്രവേശനം ചെയ്യുന്നത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന സംഘർഷങ്ങളും രാജ്യമോഹവും കൊണ്ടാണ് ദുര്യോധനൻ കർണനെ തന്റെ സുഹൃത്താക്കാൻ തീരുമാനിക്കുന്നത്. ശക്തനായ ഒരു ധനുർധാരിയെ കൂടെ നിർത്തുക എന്ന ഗൂഢലക്ഷ്യം കൂടെ ദുര്യോധനൻ ഉണ്ടായിരുന്നെന്ന് ആ സമയത്ത് കർണന് മനസ്സിലായില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാ പാഠവും വായിച്ചിട്ട് പോവാം. മെയിനായിട്ട് അവസാനത്തെ 2 യൂണിറ്റുകൾ നന്നായി പഠിച്ചിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.